നമ്മളിൽ പലരും വളർന്നു വലിയ നിലയിലായി കഴിയുമ്പോൾ ജീവിതത്തിലേക്ക് ഒരിക്കലും പിന്തിരിഞ്ഞു നോക്കാറില്ല. കുട്ടിക്കാലത്തെ കഷ്ടപ്പാടുകൾ, മാതാപിതാക്കൾ വളർത്താൻ പെട്ട പഴയ ജീവിത സാഹചര്യങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഒത്തിരി പേരോട് കടപ്പാടുണ്ട്, പ്രത്യേകിച്ച് അച്ഛനമ്മമാരോട്. എന്നാൽ ഇക്കാലത്ത് വൃദ്ധ മാതാപിതാക്കൾ പലർക്കും ഒരു ബാധ്യതയാണ്. പത്തനംതിട്ട അടൂരിൽ 6 മക്കളുള്ള 90-കാരിയായ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കാണണം. മികച്ച സാമ്പത്തിക സ്ഥിതിയുള്ള മക്കളും ഉദ്യോഗസ്ഥരായ കൊച്ചുമക്കളും ഉണ്ടായിട്ടും ആ അമ്മ കഴിയുന്നത് വൃദ്ധസദനത്തിലാണ്. അവരുടെ ജീവിത കഥയിലേക്ക് നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതിനു മുൻപ് കോഴിക്കോട് പേരാമ്പ്രയിൽ യുവതിയെ കവർച്ചയ്ക്കിടെ കൊലപ്പെടുത്തിയ കേസിൻ്റെയും ആലുവയിലെ തട്ടിക്കൊണ്ടുപോകലിൻ്റെയും അന്വേഷണ ഗതി കൂടി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കോഴിക്കോട് പേരാമ്പ്രയിൽ കവർച്ചയ്ക്കിടെ അനു എന്ന യുവതിയെ കൊലപ്പെടുത്തിയ മുജീബ് റഹ്മാന്റെ ക്രൂരകൃത്യങ്ങൾ കേട്ട് പോലീസ് പോലും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. മോഷ്ടിച്ച വാഹനങ്ങളിൽ കറക്കം, ബാഗിൽ കവർച്ചയ്ക്ക് ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങൾ, പിടിക്കപ്പെട്ടാൽ കേസ് നടത്താൻ ഭാര്യയുടെ സഹായവും, മോഷ്ടിക്കുന്ന സ്വർണം വിൽക്കാനും സഹായികളുണ്ട്. മുജീബിനെതിരെ ഇതുവരെയും കേരള പോലീസ് രജിസ്റ്റർ ചെയ്തത് 57 കേസുകളാണ്. ഇയാളുടെ ക്രൂരകൃത്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. അനുവിനെ കൊലപ്പെടുത്തിയ കേസിൽ 4 ദിവസത്തേക്ക് പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി. തെളിവെടുപ്പും വിശദമായ ചോദ്യം ചെയ്യലും ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. പേരാമ്പ്ര ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് മുജീബ് റഹ്മാനെ 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ബൈക്ക് മോഷ്ടിച്ച മട്ടന്നൂരിലും കൃത്യം നടത്തിയ അല്ലിയോറത്താഴിയിലും പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണമെന്ന ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. കൊല നടത്തിയ ശേഷം ബൈക്ക് ഉപേക്ഷിച്ച എടവണ്ണപ്പാറയിലും ആഭരണങ്ങൾ വിറ്റ കൊണ്ടോട്ടിയിലും മുജീബിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. മാർച്ച് 11-നാണ് അനുവിനെ വീടിന് സമീപത്തെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാണാതായി 24 മണിക്കൂറിന് ശേഷം വീടിന് 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള അല്ലിയേറത്തോട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മുട്ടിനു താഴെ മാത്രം വെള്ളമുള്ള സ്ഥലത്ത് അർദ്ധനഗ്നമായാണ് മൃതദേഹം കിടന്നത്. സ്ഥലത്ത് അസ്വാഭാവിക സാഹചര്യത്തിൽ ചുവന്ന ബൈക്കിൽ ഒരാൾ കറങ്ങിയത് കണ്ടെന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയതോടെ ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മലപ്പുറം സ്വദേശി മുജീബ് റഹ്മാൻ പിടിയിലായത്. പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഇയാൾ കൊടും ക്രിമിനലാണ് എന്ന് മനസ്സിലായത്. 57 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മുജീബിനെ അതിസാഹസികമായാണ് അന്വേഷണ സംഘം വീട്ടിൽ നിന്ന് പിടികൂടിയത്. മോഷണത്തിനുപയോഗിക്കുന്ന വിവിധ ഉപകരണങ്ങൾ, മാല പൊട്ടിക്കാനുള്ളതടക്കം വിവിധ തരം കത്തികൾ, ടോർച്ചുകൾ എന്നിവയെല്ലാം ഇയാൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. പോലീസ് പിടിയിലായാൽ കേസുകൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നത് മുജീബിന്റെ ഭാര്യയുടെ നേതൃത്വത്തിലാണെന്നും പോലീസ് പറയുന്നു. വീട്ടിൽ പോലീസ് എത്തും മുമ്പ് തെളിവ് നശിപ്പിക്കാൻ ഭാര്യ ശ്രമം നടത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. കൊല നടത്തിയ സമയത്ത് പ്രതി ധരിച്ച വസ്ത്രങ്ങൾ തേടിയാണ് മുജീബ് റഹ്മാന്റെ വീട്ടിൽ പോലീസ് എത്തിയത്. ഇതറിഞ്ഞ് പ്രതിയുടെ ഭാര്യ ചില സാധനങ്ങൾ കത്തിക്കാൻ ശ്രമിച്ചു. ഇത് തടഞ്ഞു പരിശോധിച്ചപ്പോഴാണ് വസ്ത്രങ്ങൾ കണ്ടെടുത്തത്. CCTV ദൃശ്യങ്ങളിൽ ഇയാൾ ധരിച്ച പാന്റ് നനഞ്ഞതായി കണ്ടതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ഈ വസ്ത്രങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. മോഷണം, പിടിച്ചുപറി എന്നിവയ്ക്കൊപ്പം സ്ത്രീകളെ തന്ത്രപൂർവ്വം വാഹനത്തിൽ കയറ്റി ആക്രമിച്ച് ബോധം കെടുത്തി ബലാത്സംഗം ചെയ്യുകയും സ്വർണം കവരുകയുമായിരുന്നു പ്രതി പിന്തുടർന്ന രീതി. 2020-ൽ മുക്കം ഓമശ്ശേരിയിൽ വയോധികയെ മർദ്ദിച്ച് ബോധരഹിതയാക്കി ബലാത്സംഗം ചെയ്തിരുന്നു. കവർച്ചാ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് ഇയാൾ നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയത്. ന്യൂസ് 18 കോഴിക്കോട്.
ആലുവയിൽ 3 യുവാക്കളെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികൾക്ക് വേണ്ടി പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. സംഭവം നടന്ന് 2 ദിവസം പിന്നിടുമ്പോഴും ആരെയാണ് തട്ടിക്കൊണ്ടുപോയത് എന്ന് പോലും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രതികൾക്ക് വാഹനം വാടകയ്ക്ക് നൽകിയ 2 പേരെ അറസ്റ്റ് ചെയ്തതൊഴിച്ചാൽ കേസിൽ മറ്റൊരു തുമ്പുമില്ല. സാമ്പത്തിക ഇടപാടാകാം തട്ടിക്കൊണ്ടുപോകലിന് കാരണമെന്ന നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം. അതിനിടെ പ്രതികളും ഇരകളും സംഭവം ഒത്തുതീർപ്പാക്കിയോ എന്ന സംശയവും പോലീസിനുണ്ട്. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്നും ഞായറാഴ്ച രാവിലെ 3 യുവാക്കളെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 2 പേരാണ് പോലീസിന്റെ പക്കലുള്ളത്. തട്ടിക്കൊണ്ടുപോകലിന് ഉപയോഗിച്ച കാർ ആദ്യം വാടകയ്ക്കെടുത്ത പത്തനംതിട്ട AR ക്യാമ്പിലെ ASI സുരേഷ് ബാബു അടക്കമുള്ളവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. ASIയുടെ പക്കൽ നിന്നും മുഹമ്മദ് റിയാസ് വാടകയ്ക്കെടുത്ത കാർ പിന്നീട് അൻവറിന് കൈമാറി. അൻവറാണ് തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിന് കൊടുത്തത്. ഇതിനിടെ മറ്റു ചിലരും ഈ കാർ ഉപയോഗിച്ചതായി പറയുന്നു. കാറിൽ കണ്ടെത്തിയ ചോരത്തുള്ളികൾ, വിരലടയാളങ്ങൾ എന്നിവയുടെ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടും ഒരു ഓട്ടോ ഡ്രൈവർക്കും ജ്യൂസ് കടക്കാരനും UPA വഴി പണം കൈമാറിയതിന്റെ വിവരങ്ങളും അടിസ്ഥാനമാക്കി നടത്തുന്ന ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ പ്രതികളിൽ എത്തിച്ചേരാനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ASIക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിന് നിർദ്ദേശവുമുണ്ട്. കേസിലെ പ്രതികളെയും ഇരകളെയും കണ്ടെത്താനായിട്ടില്ല എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. പരാതിക്കാരില്ലാത്തതിനാൽ സ്വർണ്ണക്കടത്ത്, കുഴൽപ്പണം, സാമ്പത്തിക തട്ടിപ്പിടപാടുകളുമായി ബന്ധപ്പെട്ട സംഘങ്ങളെയാണ് സംശയിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ പോലീസിന്റെ മുമ്പിൽ എത്തുമ്പോഴേക്കും ഇരുകൂട്ടരും തമ്മിൽ ധാരണയാകുന്നതാണ് പതിവ്. ന്യൂസ് 18 കൊച്ചി. 6 മക്കളെ പെറ്റു വളർത്തിയിട്ടും വാർദ്ധക്യകാലത്ത് ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരു വൃദ്ധ മാതാവുണ്ട് പത്തനംതിട്ട അടൂരിൽ. സരോജിനി അമ്മാൾ എന്ന 90-കാരിയുടെ അവസ്ഥ ആരുടെയും കരളലിയിക്കുന്നതാണ്. 3 മക്കൾ മരിച്ചുപോയെങ്കിലും ഉദ്യോഗസ്ഥരായ കൊച്ചുമക്കളടക്കം ആരും സംരക്ഷിക്കാതായതോടെ അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രത്തിൽ അഭയം തേടിയിരിക്കുകയാണ് ഈ അമ്മ. വൃദ്ധയെ സംരക്ഷിക്കാത്തവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പറഞ്ഞോ ഇല്ലേ? ഈ ചൂടത്ത് എങ്ങനെ കിടക്കും ഇവിടെ? കറണ്ടും ഇല്ല, ഒന്നുമില്ല. തെന്തു ഇത് തെന്തു ഇവിടെ ഇതെല്ലാം പൊളിഞ്ഞു കിടക്കുവാണല്ലോ. അമ്മ മക്കളാരും വിളിക്കത്തുമില്ല, ഇങ്ങോട്ട് വരത്തുമില്ല അല്ലേ? 6 മക്കളുടെ അമ്മയായ അടൂർ ചേന്നമ്പള്ളി സ്വദേശി സരോജിനി അമ്മാൾ സർക്കാർ സ്കൂളിൽ കുട്ടികൾക്ക് കഞ്ഞിവെച്ചും ചായക്കട നടത്തിയുമാണ് മക്കളെ വളർത്തിയത്. വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചെങ്കിലും തോൽക്കാതെ ജീവിതം മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു ഇവർ. മക്കളിൽ 3 പേർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. മക്കളും കൊച്ചുമക്കളുമെല്ലാം നല്ല നിലയിലെത്തിയപ്പോൾ അവർക്ക് സരോജിനി അമ്മാൾ ബാധ്യതയായി. അവഗണനയും ആക്ഷേപവും സഹിക്കാതായതോടെ അവർ ആരുടെയും വീടുകളിലേക്ക് ചെല്ലാതെയായി. കാടുപിടിച്ച മലമുകളിലെ മൺകട്ട കെട്ടിയ ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ തനിച്ചായി പിന്നെ താമസം. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യങ്ങളോ വെള്ളമോ വൈദ്യുതിയോ ഒന്നുമില്ലാത്ത ഇവിടെ നാട്ടുകാർ വല്ലപ്പോഴും നൽകുന്ന ഭക്ഷണം കഴിച്ചാണ് ഇവർ ജീവൻ നിലനിർത്തിയത്. ഒരു മനുഷ്യരില്ല അവരെ ഒന്ന് തിരിഞ്ഞു പോകാൻ. പിന്നെ വല്ലപ്പോഴും ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഒരു മോള അവർക്കൊന്നും സുഖമില്ലാത്തവരാ, അവരിവിടം വരെ വരും, എന്തായതാന്ന് തിരക്കും, അവരങ്ങ് പോകും. അപ്പോൾ തന്നെ അവരങ്ങ് പോകും. പിന്നെ നാട്ടുകാർ വേണം അവരെ സംരക്ഷിക്കാൻ. നാട്ടുകാരിൽ ഒരാൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് ഷെയർ ചെയ്ത ഇവരുടെ കഥ അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രം ചെയർമാൻ രാജേഷ് തിരുവല്ലയ്ക്ക് ലഭിച്ചതാണ് വഴിത്തിരിവായത്. ഇദ്ദേഹം ജില്ലാ കളക്ടർ, സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസർ, അടൂർ RDO എന്നിവരെ വിവരം അറിയിച്ചു. തുടർന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ B മോഹനൻ, വാർഡ് മെമ്പർ സുജിത്, RDO ഓഫീസ് ഉദ്യോഗസ്ഥൻ സുദീപ് കുമാർ എന്നിവർ സ്ഥലത്തെത്തുകയും
ഇവരുടെ സാന്നിധ്യത്തിൽ മഹാത്മാ ജനസേവന കേന്ദ്രം സരോജിനി അമ്മാളിനെ ഏറ്റെടുക്കുകയുമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരു സന്നദ്ധ സംഘടനയെ നമ്മളിപ്പം തൽക്കാലം ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഒരു സന്നദ്ധ സ്ഥാപനം മഹാത്മാ ജനസേവന കേന്ദ്രത്തിലേക്ക് ഇപ്പം മാറ്റുവാണ്. അത് താൽക്കാലികമായ ഒരു കാര്യം മാത്രമാണ്. അത് അവിടെ സംരക്ഷിച്ചുകൊണ്ട് ഈ അമ്മയ്ക്ക് തൽക്കാലം അഭയം കൊടുത്തിട്ട് സാമൂഹ്യ നീതി വകുപ്പിന്റെ ഉത്തരവാദിത്തത്തിൽ തന്നെ RDO മുഖാന്തരമുള്ള നിയമ നടപടികളായി ഇത് സ്വീകരിക്കാൻ പോകുന്നത്. സരോജിനി അമ്മാളുടെ അവസ്ഥയിൽ പ്രതിഷേധം അറിയിച്ച നാട്ടുകാരോട് ഇവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കുമെതിരെ നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയാണ് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ മടങ്ങിയത്. എത്ര മക്കളാ അമ്മയ്ക്ക്? എനിക്കിപ്പോ എനിക്ക് 2-3 മക്കളെ ഉള്ളൂ. ഓക്കെ, ഈ മക്കളാരും അമ്മയെ നോക്കത്തില്ലേ? ആവശ്യം വരുമ്പോഴൊക്കെ ആവശ്യം വന്നിട്ട് ഇപ്പൊ ഇത്രയും വയ്യാതിരിക്കുന്ന ഒരു അമ്മ വഴി കിടക്കുന്ന ഒരു അവസ്ഥ വന്നിട്ട് നോക്കാതിരിക്കുന്നതിനാണോ ആവശ്യം വരുമ്പോ നോക്കൂന്ന് പറയുന്നത്? ന്യൂസ് 18 അടൂർ. മോൻസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിന്റെ അന്വേഷണത്തിൽ ഒട്ടേറെ വിവാദങ്ങളും ദുരൂഹതകളുമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പിക്കെതിരായ ആരോപണം ക്രൈംബ്രാഞ്ചിന്റെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യുന്നതാണ്. പരാതിക്കാരിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണം ഡിവൈഎസ്പി YR റസ്റ്റം നിഷേധിച്ചെങ്കിലും അദ്ദേഹം സംശയനിഴലിലാണ്. മോൻസണുമായി നടന്നത് ഹവാല ഇടപാടെന്ന് തെളിയിക്കാൻ പരാതിക്കാർ ഡിവൈഎസ്പിയെ വെല്ലുവിളിച്ചു. ഇപ്പോൾ നടക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ താൽപര്യപ്രകാരമുള്ള നടപടികളാണെന്നും ഇവർ ആരോപിക്കുന്നു. പുരാവസ്തു തട്ടിപ്പ് കേസ് CBI അന്വേഷിക്കണമെന്നും പരാതിക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. പുരാവസ്തു കേസ് സംബന്ധിച്ച് നടക്കുന്ന അന്വേഷണം വലിയ വിവാദങ്ങളിലേക്ക് നീങ്ങുകയാണ്. പരാതിക്കാരും അന്വേഷണ ഉദ്യോഗസ്ഥനും തമ്മിലുള്ള പരസ്യമായ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇടപാടിൽ പരാതിക്കാരും മോൻസണും തമ്മിൽ ഹവാല പണമിടപാടാണ് നടന്നതെന്ന ഡിവൈഎസ്പി YR റസ്റ്റത്തിന്റെ നിലപാടിനെയും പരാതിക്കാരായ ഷമീറും ഷാനിയും ചോദ്യം ചെയ്യുന്നു. മോൻസണുമായി നടത്തിയ സാമ്പത്തിക ഇടപാടിന് ബാങ്ക് രേഖയുണ്ടെന്നും ഹവാല ഇടപാട് നടന്നെങ്കിൽ ED അന്വേഷിക്കട്ടെയെന്നും പരാതിക്കാർ പറഞ്ഞു. ഡിവൈഎസ്പി തങ്ങളിൽ നിന്ന് വാങ്ങിയ പണത്തിന്റെ അടക്കം എല്ലാ വിവരവും EDക്ക് കൈമാറുമെന്നും പരാതിക്കാർ വ്യക്തമാക്കി. ഇത്രയും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ മോൻസനുമായി ബന്ധപ്പെട്ട കേസിലെ അട്ടിമറികൾ നമ്മൾ പറയുമ്പം കൂടുതലായിട്ട് അത് മോൻസന് ഗുണം ചെയ്യുന്നൊരു വിഷയം ഇതിലുണ്ട്. ഗൗരവപരമായ വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വാർത്താ മാധ്യമങ്ങളിലോ മറ്റോ കൊടുക്കുകയോ ഒന്നല്ല. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ സർക്കാരിനെയും ഞങ്ങളെയും എല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഡിവൈഎസ്പി നടത്തുന്ന ഇതിലെ കാര്യങ്ങൾ വിശദമായി ഞാൻ പരാതി കൊടുത്തു. കഴിഞ്ഞ ഡിസംബർ 28 കൊടുത്ത പരാതിയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് DIG ജയാനന്ദൻ സാറുടെ നേതൃത്വത്തിൽ സർക്കാർ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിട്ടു. മോൻസൺ മാവുങ്കലിന്റെ മകനുമായി ചേർന്ന് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഇത് തെളിയിക്കാൻ ഡിവൈഎസ്പി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയും പുറത്തുവിട്ടിരുന്നു. ഇതും പരാതിക്കാർ തള്ളി. അന്വേഷണ ഉദ്യോഗസ്ഥൻ പണം വാങ്ങിയെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങിയതിന് പിറകെയാണ് പരാതിക്കാർക്കെതിരെ ഡിവൈഎസ്പി റസ്റ്റം രംഗത്ത് വന്നത്. മോൻസണുമായി പരാതിക്കാർ നടത്തിയത് ഹവാല ഇടപാടാണെന്നായിരുന്നു ആരോപണം. അന്വേഷണ സംഘം തങ്ങൾക്കെതിരെ തിരിഞ്ഞതോടെ CBI അന്വേഷണം വേണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിയെ സമീപിക്കാനിരിക്കുകയാണ് പരാതിക്കാർ. ഹവാല ഇടപാട് ആരോപണം കൂടി ഉയർന്ന പശ്ചാത്തലത്തിൽ അന്വേഷണം ഊർജിതമാക്കാൻ EDയും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കേരളത്തിന്റെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ എക്കാലത്തും ഞെട്ടലുണ്ടാക്കുന്ന സംഭവങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം പാറശാലയിൽ കാമുകനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ കേസ്. പ്രണയത്തിൽ നിന്നും പിന്മാറാൻ ഷാരോൺ എന്ന ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ ഒക്ടോബർ 1 മുതൽ ആരംഭിക്കുകയാണ്. കേസിൽ നിലവിൽ ജാമ്യത്തിൽ കഴിയുന്ന പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. പ്രതികളായ ഗ്രീഷ്മ, അമ്മ സിന്ധു, അമ്മാവൻ നിർമ്മൽ കുമാർ എന്നിവരെയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചത്. പ്രതികൾ കോടതിയിൽ കുറ്റം നിഷേധിച്ചിരിക്കുകയാണ്. കേസിലെ ഒന്നാം പ്രതിയും ഷാരോണിന്റെ പെൺസുഹൃത്തുമായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധു, അമ്മാവൻ നിർമ്മൽ കുമാർ നായർ എന്നിവരെ പ്രതികളാക്കിയാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. 62 പേജുകളും 1500ഓളം രേഖകളും അനുബന്ധ തെളിവുകളും ഉൾപ്പെടെയുള്ളതാണ് കുറ്റപത്രം.
നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ കഴിഞ്ഞ ദിവസം പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. 3 പ്രതികളും കുറ്റം നിഷേധിച്ചു. കേസിൽ ഒക്ടോബർ 1 മുതൽ വിചാരണ നടത്താൻ ജഡ്ജി AM ബഷീർ ഉത്തരവിട്ടു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ PS വിനീത് കുമാർ കോടതിയിൽ ഹാജരായി. 2022 ഒക്ടോബർ 13-നും 14-നുമായി 2-3 പ്രതികളുടെ സഹായത്തോടെ 1-ാം പ്രതി ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി നൽകിയാണ് ആൺ സുഹൃത്തായ ഷാരോണിനെ കൊലപ്പെടുത്തിയത്. 1 വർഷത്തോളം ജയിലിൽ കിടന്ന ശേഷമാണ് 1-ാം പ്രതി ഗ്രീഷ്മയ്ക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. സിന്ധുവും നിർമ്മൽ കുമാർ നായരും നേരത്തെ ജാമ്യം നേടിയിരുന്നു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഒരാളോട് വൈരാഗ്യം തോന്നിയാൽ കള്ളക്കേസുകളിൽ കുടുക്കുന്നത് മലയാളിയുടെ ഒരു പൊതു സ്വഭാവമായി മാറുകയാണോ? തൃശൂർ ചാലക്കുടിയിൽ വ്യാജ ലഹരി കേസിൽപ്പെട്ട് ജയിലിൽ കിടക്കേണ്ടി വന്ന ഷീല സണ്ണി എന്ന വീട്ടമ്മയുടെ ദുരിത കഥ നമ്മൾ കേട്ടതാണ്. ഇതുപോലെ വയനാട്ടിൽ ഒരു യുവതിയെയും ഭർത്താവിനെയും ലഹരി കേസിൽപ്പെടുത്താൻ ശ്രമിച്ചത് മുൻ ഭർത്താവാണ്. സുൽത്താൻ ബത്തേരിയിലാണ് കാറിൽ ലഹരി മരുന്ന് വെച്ച ശേഷം പോലീസിനെ വിളിച്ച് കാര്യം പറഞ്ഞത്. വാഹന പരിശോധനയിൽ MDMA കണ്ടെത്തി. പക്ഷേ ദമ്പതികളെ ചോദ്യം ചെയ്തപ്പോൾ അതൊരു വ്യാജ ഫോൺ കോളാണെന്നും കള്ളക്കേസിൽ കുടുക്കാനുള്ള നീക്കമെന്നും പോലീസ് തിരിച്ചറിഞ്ഞു. കേസിൽ ചീരാൽ സ്വദേശി മോൻസി അറസ്റ്റിലായിട്ടുണ്ട്. മുഖ്യപ്രതി മുഹമ്മദ് ബാദുഷയ്ക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഈ മാസം 17-നാണ് കേസിനാസ്പദമായ സംഭവം. വിൽപ്പനയ്ക്കായി ഓൺലൈൻ ആപ്പിൽ പോസ്റ്റ് ചെയ്ത കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനെന്ന പേരിൽ വാങ്ങിയ ശേഷം ഡ്രൈവർ സീറ്റിന്റെ റൂഫിൽ MDMA ഒളിപ്പിച്ചു വെച്ച് പ്രതി പോലീസിന് രഹസ്യവിവരം നൽകുകയായിരുന്നു. പുൽപ്പള്ളി ഭാഗത്തു നിന്ന് വരുന്ന കാറിൽ MDMA കടത്തുന്നുണ്ടെന്നാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത്. വിവരമറിഞ്ഞയുടൻ ബത്തേരി പോലീസ് കോട്ടക്കുന്ന് ജംഗ്ഷനിൽ പരിശോധന നടത്തി. അതുവഴി വന്ന അമ്പലവയൽ സ്വദേശികളായ ദമ്പതിമാർ സഞ്ചരിച്ച കാറിൽ നിന്ന് 11.13 ഗ്രാം MDMA കണ്ടെടുക്കുകയും ചെയ്തു. എന്നാൽ തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ഇവരുടെ നിരപരാധിത്വം പോലീസിന് ബോധ്യപ്പെട്ടു. ഓൺലൈൻ ആപ്പിൽ വിൽപ്പനയ്ക്കിട്ട വാഹനം ടെസ്റ്റ് ഡ്രൈവിനായി ശ്രാവൺ എന്നൊരാൾക്ക് കൊടുക്കാൻ പോയതാണെന്നാണ് ദമ്പതിമാർ പോലീസിനോട് പറഞ്ഞത്. ഇക്കാര്യം ഉറപ്പുവരുത്താനായി ശ്രാവണിന്റെ ഫോൺ നമ്പർ വാങ്ങി പോലീസ് വിളിച്ചു നോക്കിയപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. ഇതിൽ സംശയം തോന്നിയ പോലീസ് മൊബൈൽ നമ്പറിന്റെ ലൊക്കേഷൻ കണ്ടെത്തി ഇയാളെ പിടികൂടിയപ്പോഴാണ് സത്യം പുറത്തു വന്നത്. ശ്രാവൺ എന്നത് മോൻസിയുടെ കള്ളപ്പേരാണെന്ന് പോലീസ് പറയുന്നു. യുവതിയുടെ മുൻ ഭർത്താവിന് ദമ്പതിമാരോടുള്ള വിരോധം കാരണം ഇരുവരെയും കേസിൽ കൊടുക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി സുഹൃത്തായ മോൻസിക്ക് 10,000 രൂപ നൽകി കാറിൽ MDMA ഒളിപ്പിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് ഒളിവിൽ പോയ യുവതിയുടെ മുൻ ഭർത്താവും മുഖ്യപ്രതിയുമായ ചീരാൾ സ്വദേശി മുഹമ്മദ് ബാദുഷയ്ക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സീനിയർ CPO നൌഫൽ, CPOമാരായ അജ്മൽ, PB അജിത്, നിയാദ്, സീത എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 വയനാട്. തിരുവനന്തപുരം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും താമസിക്കുന്നവരും അതുവഴി യാത്ര ചെയ്യുന്നവരും സൂക്ഷിക്കുക. തലസ്ഥാന ജില്ലയിൽ മോഷ്ടാക്കളുടെ തേർവാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരാഴ്ചക്കിടെ നഗരപരിധിയിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് 5 കവർച്ചാ കേസുകൾ. കഴിഞ്ഞ ദിവസം പാറശാലയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ ആക്രമിച്ച് മാല പൊട്ടിച്ചെടുത്ത ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഭയം തോന്നുന്നുണ്ട്. കരമനയിലും ബൈക്കിലെത്തിയ സംഘം സമാനമായ രീതിയിൽ മറ്റൊരു യുവതിയുടെ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞിരുന്നു. കഴിഞ്ഞ 1 മാസത്തിനിടെ നടന്ന മോഷണ പരമ്പരകളിൽ ഒരു പ്രതിയെ മാത്രമാണ് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 5 മോഷണ കേസുകളാണ് തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായത്. ഒരു ദിവസം തന്നെ 2ഇടത്താണ് പിടിച്ചുപറി നടന്നത്. പാറശാല പ്ലാമൂട്ടുക്കട പൂഴിക്കുന്ന് റോഡിൽ ലിജിയുടെ മാല കവർന്നത് ബൈക്കിലെത്തിയ 2 അംഗ സംഘം. സ്കൂട്ടറിൽ സഞ്ചരിക്കവേ പിന്തുടർന്നെത്തിയായിരുന്നു മോഷണം. 6 പവന്റെ മാലയാണ് കവർന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പൊഴിയൂർ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ബൈക്കിന്റെ നമ്പർ വ്യാജമായതിനാൽ കാര്യമായ പുരോഗതിയില്ല. കരമന ബണ്ട് റോഡിൽ
കുരിയാത്തി സ്വദേശി ധന്യയുടെ മാലയും ബൈക്കിലെത്തിയ 2 അംഗ സംഘം കവർന്നിരുന്നു. ഇവരാണ് പാറശാലയിലും കവർച്ച നടത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നു. കഴിഞ്ഞ 1 മാസത്തിനിടെ നിരവധി മോഷണങ്ങൾ നടന്നു. പേട്ടയിലെ റെയിൽവേ ക്വാർട്ടേഴ്സിന്റെ വാതിൽ കുത്തി തുറന്ന് 5 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 10,000 രൂപയും കവർന്നത് ഈ മാസം 11-നാണ്. ഈ സംഭവത്തിൽ പ്രതിയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. പൂജപ്പുരയിൽ അടഞ്ഞുകിടന്ന റെയിൽവേ ക്വാർട്ടേഴ്സ് കുത്തി തുറന്ന് 1,30,000-ഓളം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലും പ്രതി കാണാമറയത്താണ്. വട്ടിയൂർക്കാവ് PTP നഗറിൽ റിട്ടയർഡ് ഡോക്ടറുടെ അടഞ്ഞുകിടന്ന വീട്ടിൽ നിന്നും 35,000 രൂപയുടെ ടിവിയാണ് അപഹരിച്ചത്. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു മോഷണം. വെളൈക്കടവ് കടുർത്തല പഞ്ചമീദേവി ക്ഷേത്രത്തിൽ നിന്നും വിളക്ക് മോഷണം പോയതും ഇക്കഴിഞ്ഞ ആഴ്ചയാണ്. 1 മാസമായുള്ള മോഷണ പരമ്പരയിൽ പോലീസിന് പ്രതിയെ പിടികൂടാനായത് ഈ കേസിൽ മാത്രമാണ്. മോഷ്ടാവ് മണലയം സ്വദേശി രാജൻ വട്ടിയൂർക്കാവ് പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. അടിക്കടിയുള്ള മോഷണങ്ങളിൽ ജനം ഭീതിയിലായിട്ടും പോലീസിന് വേണ്ടത്ര ശുഷ്കാന്തിയില്ലെന്നാണ് ആരോപണം. ന്യൂസ് 18 തിരുവനന്തപുരം. നാട്ടിൽ കള്ളന്മാർ വിലസുന്ന കാലമാണ്. മലപ്പുറം വളാഞ്ചേരി ടൗണിൽ പട്ടാപ്പകലാണ് മോഷണം നടന്നത്. നിർത്തിയിട്ട ഓട്ടോയുടെ ഡാഷ്ബോർഡ് കുത്തി തുറന്ന് 10,000-ഓളം രൂപയും ATM കാർഡും കവർന്നു. ഓട്ടോ ഡ്രൈവറായ കബീറിന്റെ പണമാണ് മോഷണം പോയത്. ക്യാൻസർ രോഗത്തിന് ചികിത്സയ്ക്കായി തിരുവനന്തപുരത്ത് പോയ ശേഷം ബാക്കി വന്ന തുക ഓട്ടോറിക്ഷയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈ രോഗിയായ മനുഷ്യനോട് ഒരൽപ്പം ദയയുണ്ടെങ്കിൽ മോഷ്ടിച്ച പണം തിരികെ കൊടുക്കാനുള്ള സന്മനസ് നിങ്ങൾ കാണിക്കണം. മലപ്പുറം വളാഞ്ചേരി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തിയിട്ട ഓട്ടോയിലാണ് മോഷണം നടന്നത്. കാളിയാല സ്വദേശി അയ്യപ്പതേതിൽ കബീറിന്റെ ഓട്ടോയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:30-ഓടെ പണം അപഹരിച്ചത്. കബീർ വാഹനം പാർക്ക് ചെയ്ത് സമീപത്തെ ചിക്കൻ കടയിൽ നിന്നും ചിക്കൻ വാങ്ങി തിരിച്ചു വന്നപ്പോൾ ഡാഷ്ബോർഡ് കുത്തിത്തുറന്ന നിലയിലായിരുന്നു. ഡാഷ്ബോർഡിലുണ്ടായിരുന്ന 10,000-ഓളം രൂപയും ATM കാർഡും ആശുപത്രി രേഖകൾ അടങ്ങിയ പേഴ്സും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പേ പാർക്കിംഗ് ഇന്നലെ ഇല്ല, ഞായറാഴ്ച. അപ്പോൾ ഇവിടെ വണ്ടി കമ്മിയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് ടൗണിലെ പള്ളിക്ക് നിസ്കരിച്ച് വന്നു, സാധനം മേടിച്ച് വന്നപ്പോൾ വണ്ടി സാധനങ്ങൾ വണ്ടിയുടെ വെച്ച് തിരിച്ചു പോകുമ്പോഴാണ് ഇതിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ തന്നെ ഞാൻ സ്റ്റേഷനിൽ പോയി വിവരം പറഞ്ഞിട്ട് പരാതി കൊടുത്തിരുന്നു. അത് പിന്നെ അവർ അതിന് നല്ല രീതിയിൽ എനിക്ക് ആ സാധനം തിരിച്ചു കിട്ടാൻ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ക്യാൻസർ രോഗിയായ കബീർ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ഡോക്ടറെ കണ്ട് മടങ്ങിയ ശേഷം ബാക്കി വന്ന തുക ഓട്ടോയിൽ വച്ചതാണെന്ന് പറയുന്നു. സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 തിരൂർ. തിരുവനന്തപുരത്തും മലപ്പുറത്തും മാത്രമല്ല, ഇടുക്കിയിലും മോഷ്ടാക്കളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. അടിമാലി 10-ാം മൈലിലാണ് വ്യാപാര സ്ഥാപനത്തിൽ കള്ളൻ കയറിയത്. 10-ാം മൈൽ ടൗണിൽ പ്രവർത്തിക്കുന്ന സിറ്റി സ്റ്റോഴ്സ് എന്ന സ്റ്റേഷനറി കടയിൽ കഴിഞ്ഞ രാത്രിയിലായിരുന്നു മോഷണം. പണം ഉൾപ്പെടെ 25,000 രൂപയുടെ നഷ്ടമുണ്ടായതായി കടയുടമ മീരാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അടിമാലി 10-ാം മൈലിൽ KM മീരാന്റെ സിറ്റി സ്റ്റോഴ്സ് എന്ന സ്ഥാപനത്തിൽ മോഷണം നടന്നത്. രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കടയുടെ പൂട്ടുപൊളിച്ചാണ് കവർച്ച നടത്തിയത്. മേശയിൽ സൂക്ഷിച്ചിരുന്ന പണമടക്കം 25,000 രൂപയുടെ നഷ്ടമുണ്ടായതായി കടയുടമ പറയുന്നു. വൈകിട്ട് കടയടച്ച് പോയിട്ട് ഇന്ന് രാവിലെ തുറക്കാൻ വന്നപ്പോൾ താഴെ 2 കാണാൻ വന്നപ്പോൾ സംശയം തോന്നി. അങ്ങനെ നോക്കിയപ്പോൾ ഷട്ടർ പൊക്കി നോക്കിയപ്പോൾ മേശയും കൗണ്ടർ ഭാഗമെല്ലാം തുറന്ന് ഇട്ടിരിക്കുന്നതായിട്ട് തോന്നി. അത് നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇടുന്ന നോട്ടുകളും മറ്റ് കുറച്ച് സ്റ്റേഷനറി കുറച്ച് ഐറ്റംസ് എല്ലാം കൂടി ഒരു ചില്ലറകളും കോയിൻസ് കിടന്നും ഒന്നും കാണാനില്ല. നോട്ടുകളും എല്ലാം കൂടി 50 നോട്ടുകൾ അങ്ങനെ എല്ലാം കൂടി കുറേ ചില്ലറ പൈസ ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കാണാതെ ആയിട്ടുണ്ട്. ഒരു 10, 20, 25,000 രൂപയുടെ മൊത്തത്തിലൊരു നഷ്ടം ആണ് പ്രതീക്ഷിക്കുന്നത്, കണക്കൂട്ടണേ. കടയുടമ നൽകിയ പരാതി അടിസ്ഥാനത്തിൽ അടിമാലി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മോഷണം നടന്ന രാത്രിയിൽ ഈ പ്രദേശത്ത് മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങിയിരുന്നു. 10-ാം മൈൽ ടൗണിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസമാണ്. CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18
ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം കാലടിയിൽ പോസ്റ്ററിൽ ചാരി നിന്ന 14-കാരനെ മർദ്ദിച്ച BJP നേതാവിനെതിരെ കേസെടുക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ. കമ്മീഷൻ അധ്യക്ഷൻ KV മനോജ് കുമാർ കുട്ടിയെ വീട്ടിലെത്തി സന്ദർശിച്ചു. പാറശാല പരശുവയ്ക്കലിൽ രാധാകൃഷ്ണൻ, ഭാസി എന്നിവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾക്ക് 7 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷ. 1-ാം പ്രതി സിലി എന്ന് വിളിക്കുന്ന കിങ് സിലി, 3-ാം പ്രതി ഷിജിൻ എന്നിവരെയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. തൃശൂർ കുന്നംകുളം ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രോത്സവത്തിലെ സംഘർഷത്തിൽ 3 പേർക്ക് കുത്തേറ്റു. ചിറളയം സ്വദേശികളായ ഷൈൻ, ലിയോ, മറ്റൊരു യുവാവ് എന്നിവർക്കാണ് കുത്തേറ്റത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 31 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും. കുട്ടമ്പുഴ സ്വദേശി രാജേഷിനെയാണ് മൂവാറ്റുപുഴ സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത്. ഈ പകൽ വന്ന മറ്റൊരു വാർത്ത കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. തൃശൂർ കേച്ചേരിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ പാർട്ടി ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് സുജിത്തിനെയാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക ബാധ്യതയാണ് മരണകാരണമെന്നാണ് നിഗമനം. ഇത് സൂചിപ്പിക്കുന്ന കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പതറുകയല്ല, എന്തിനേയും അതിജീവിക്കാനുള്ള മനോബലം കൈവരിക്കുകയാണ് വേണ്ടത്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.